ദേവകി എട്ടാമത് പ്രസവിക്കുന്നത് പുത്രനായിരിക്കും എന്ന അശരീരവാക്യം അസത്യമാണ് എന്ന് കംസൻ വിശ്വസിക്കുന്നില്ല. തൻ്റെ ഹന്താവായ ദേവകീപുത്രനെ ആരോ തട്ടിയെടുത്തിരിക്കുന്നു എന്ന ബലമായ സംശയം കംസൻ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ടാണല്ലോ അയാളുടെ കിങ്കരന്മാർ പല രൂപത്തിലും ഭാവത്തിലും വേഷത്തിലും നാടുതോറും നടന്ന് കുഞ്ഞുങ്ങളെ അരുങ്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്ദൻ കഥകളൊക്കെ അറിയുന്നില്ലേ? അറിയുന്നുണ്ട് മഹാമുനെ. ആ സ്ഥിതിക്ക് അമ്പാടിയിൽ 2 ബാലകന്മാരുണ്ടെന്ന് കംസൻ അറിയുന്നത് ആപത്തായിരിക്കും. അത് മനസ്സിലായോ? മനസ്സിലായി. നിന്റെ കുഞ്ഞുങ്ങളെ നാമകരണം ചെയ്യേണ്ട ചുമതല വിധാതാവ് നമ്മെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. മുജ്ജന്മ സുഹൃതം. നാം നിറഞ്ഞ മനസ്സോടെ ആ കർമ്മം നിർവഹിക്കുന്നു. നാമകരണത്തിന് മുഹൂർത്തമായി മഹാമുനെ. എങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നോളൂ. ആദ്യം നാമം വിളിക്കുന്നത് മൂത്ത കുഞ്ഞിനെ തന്നെയാവാം. ഇവൻ എല്ലാ ജനങ്ങളുടെയും കണ്ണിനിമ്പമായി അതിസുന്ദരനായി വളർന്നു വരും. ഇവനെ നാം രാമൻ എന്ന് നാമം വിളിക്കുന്നു. എന്താ സ്വാമി, അനുയോജ്യമായ നാമമല്ലേ? അനുയോജ്യമായതല്ലേ അവിടുത്തെ നാവിൽ നിന്ന് വരൂ. രാമൻ, രാമൻ തന്നെ. രോഹിണി ദേവി, കുട്ടിയുടെ കാതിൽ 3 പ്രാവശ്യം രാമ എന്നുച്ചരിച്ചുകൊള്ളൂ. രാമ രാമ. ഇവൻ ഭാവിയിൽ സകല ജനങ്ങളിലും വെച്ച് സമ്പൂർണനും ബലവാനുമായി ഭവിക്കയാൽ ബലരാമൻ എന്ന പേരിൽ പ്രശസ്തി ആർജിക്കപ്പെടും. അങ്ങെല്ലാം അറിയുന്ന സർവജ്ഞനാണല്ലോ. കുഞ്ഞിന്റെ ഭാവിയെപ്പറ്റി കുറച്ചുകൂടി അറിയണമെന്നുണ്ട്. ഇവൻ കർഷകരുടെ കണ്ണിലുണ്ണിയാകും, രക്ഷകനാകും. സാധാരണക്കാരായ കർഷകരോടായിരിക്കും ആഭിമുഖ്യം, അവരോടൊപ്പമായിരിക്കും സഹവാസവും. കലപ്പ ആയുധമായി സ്വീകരിക്കുന്നതുകൊണ്ട് സീരാപാണി എന്ന പേരിലും അറിയപ്പെടും. പിന്നെ ഭാവിയിലെ കാര്യങ്ങളും കർമ്മങ്ങളും അനുസരിച്ച് സംഘർഷണൻ, നീലാംബരൻ എന്നീ പേരുകളിലും കീർത്തിപ്പെടും. ഗുണങ്ങളെക്കുറിച്ചേ അങ്ങ് പറഞ്ഞുള്ളൂ. രാമന് ഭാവിയിൽ എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടെങ്കിൽ? ശ്രവണമാത്രയിൽ ദോഷങ്ങളാണ് എന്ന് തോന്നുന്ന ചില സ്വഭാവങ്ങൾ പറയാം. രാമൻ മുൻകോപിയായിരിക്കും, ആരുടെയും പക്ഷം പിടിക്കില്ല, ധർമ്മത്തിൽ ഉറച്ചു നിൽക്കും. അധർമ്മം ആരുടെ ഭാഗത്തു നിന്നായാലും അപ്രിയവും പരുഷവുമായ ഭാഷയിൽ വിമർശിച്ചിരിക്കും. സ്വന്തം അനുജനായി ഈ കുഞ്ഞിനോട് പോലും അഭിപ്രായ വ്യത്യാസമുണ്ടാവുന്ന സന്ദർഭങ്ങൾ ഭാവിയിൽ ഉണ്ടാവാം. വിഷമിക്കേണ്ട. പണത്തിനോ ധനധാന്യങ്ങൾക്കോ വേണ്ടിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളല്ല. ഹിതങ്ങളുടെ കൂട്ടത്തിൽ ചില അഹിതങ്ങളും സംഭവിക്കണമല്ലോ. ഭവിതവ്യം ഭവിത്യേവ എന്നാണ്. വിഷമിക്കാനൊന്നുമില്ല. ശുഭം ഭവിക്കട്ടെ.
കുഞ്ഞു ഭാവിയിൽ അതിമാനുഷനാകും. ഇവൻ നിരവധി പേരുകളാൽ കീർത്തി പ്രാപിക്കും. എന്നാലും നാം ഇവനൊരു നാമം വിധിക്കുന്നു: കൃഷ്ണൻ. കൃഷ്ണ 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 ഭഗവാൻ നാരായണ. മഹാമുനെ, എന്താ അങ്ങ് മൗനം പാലിക്കുന്നത്? വിശ്വരൂപദർശന സാക്ഷാത്കാരം, അടക്കാനാവാത്ത ആത്മനിർവൃത്തി, അത് നാം ഒന്ന് അനുഭവിച്ചോട്ടെ. നന്ദഗോപ, ഈ കുഞ്ഞിൻ്റെ ഭാവിഭാഗതയങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും അവസാനിക്കില്ല. 1000 നാവുള്ള അനന്തനു പോലും ഇവൻ്റെ കഥാമൃതം ചൊല്ലി പൂർത്തിയാക്കാനാവില്ല. അത്രയ്ക്ക് അനന്തമാണ്, അജ്ഞാതമാണ്, അവർണ്ണനീയമാണ്. അതുര ചെയ്യാൻ നമ്മുടെ നാവിൽ ഭാഷയില്ല. നാം അതിന് ആളുമല്ല എന്ന് ധരിച്ചാലും. മഹാമുനെ, ഇവൻ ജ്യേഷ്ഠനായ ബലരാമനേക്കാൾ കീർത്തിമാനായി ഭവിക്കും. യദുകുലത്തിൻ്റെ നായകനാകും. കൃഷ്ണൻ എന്ന പേര് നാം ആചാരത്തിനു വേണ്ടി ഒന്ന് ചൊല്ലി വിളിച്ചു എന്ന് മാത്രം. ഭാവിയിൽ തൻ്റെ ധർമ്മവും കർമ്മവും ആസ്പദമാക്കി എത്രയോ നാമങ്ങൾ ഇവൻ ഉണ്ടാകാനിരിക്കുന്നു. വാസുദേവൻ, ഗോപാലൻ, പീതാംബരൻ, കാർവർണൻ, കൈടഭൻ, ജഗന്നാഥൻ, നാരായണൻ, ദ്വാരകാവാസൻ, യദൂത്തമൻ. അങ്ങനെ അവൻ്റെ പര്യായങ്ങളും അനന്തമാണെന്ന് ധരിച്ചാലും. നന്ദഗോപർ, മഹാമുനെ, മകൻ്റെ അല്പമാത്രമായ കഥകൾ കേട്ടപ്പോൾ തന്നെ നീ വല്ലാതെ കോൾമേർ കൊണ്ടിരിക്കുന്നു. ഇനിയും നിർവൃതിദായകങ്ങളായ എത്രയോ കഥകൾ. പറയൂ മഹാമുനെ. പറയാം. കൃഷ്ണനെക്കുറിച്ച് അതിപ്രധാനമായ ചില സംഗതികൾ കൂടി നിന്നെ ധരിപ്പിക്കാനുണ്ട്. അത് ഇനി ഒരിക്കലാകാം. ഇപ്പോൾ നാമകരണ ചടങ്ങ് അവസാനിച്ചിരിക്കുന്നു. കൃഷ്ണ, കൃഷ്ണ, you